ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2, 3 തരം ബേക്കറി പലഹാരങ്ങളാണ് കാണിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ചായക്കടകളിൽ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ചായക്കടകളിലും ഉണ്ട്. പെട്ടിക്കടകളിലൊക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കാണുന്നില്ലേ നമ്മൾ. വലിയ ടൈപ്പിലുള്ള മുറുക്ക് അതേപോലെ തന്നെ നല്ല വലിപ്പത്തിലുള്ള കാജ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മളിങ്ങനെ കാണില്ലേ കുപ്പിയിലിട്ട് വെച്ചതും. അങ്ങനത്തെ 2, 3 തരം പലഹാരങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാമെന്നുള്ള അല്ലേ, സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 തരം ചായ പലഹാരമാണ് ഞാൻ കാണിക്കുന്നത്, സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കട്ടെ, എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോണ ഈ ഒരു ടൈപ്പ് മുറുക്കാണ്, വലിയ മുറുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന നൈസ് പത്തിരിപ്പൊടി, പച്ചരിപ്പൊടി വറുത്തത്. അത് 2 കപ്പാണ് എടുത്തത്. അതിലേക്ക് അതിൻ്റെ പകുതി മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മൈദ, 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് മൈദ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ഞാൻ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇനി കൂടിയും കുറയും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ട മുളക് പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക, നമ്മൾ സാമ്പാറിലിടുന്ന കായപ്പൊടി. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്, 1 ടീസ്പൂൺ കരിഞ്ജീരകം. പിന്നെ കറുത്ത എള്ളാണ് വേണ്ടത്, അപ്പോൾ എൻ്റെ കയ്യിലില്ല, വെള്ള കളർ എള്ളേ ഉള്ളൂ, അപ്പം ഞാൻ 1 ടീസ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ്, ഉപ്പില്ലാത്ത ബട്ടർ 1 ടേബിൾ സ്പൂൺ കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മൾ പുട്ടിൻ്റെ പൊടി കുഴക്കണ പോലെ നന്നായിട്ട് എല്ലായിടത്തും ഈ ഒരു ബട്ടർ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ലൂസായി പോകാനും പാടില്ല, എന്നാലും നല്ല ടൈറ്റായി പോകാനും പാടില്ല. രണ്ടിൻ്റെയും നടുക്ക് വരുന്ന രീതിയിൽ നല്ല പാകത്തിൽ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഓരോരുത്തരെ പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. അരിപ്പൊടിൻ്റെ ഒരു സ്റ്റാർച്ച് പോലെയാണ് വെള്ളത്തിൻ്റെ അളവ് വരിക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റാണ്. അവിടെ ഉരുട്ടി കഴിഞ്ഞാൽ കയ്യിലൊട്ടാൻ പാടില്ല, അങ്ങനെ ഉരുട്ടാൻ വേണ്ടി പറ്റണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കുകയാണ്. മാറ്റൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. ഞാൻ 2, 3 തരം ഉണ്ടാക്കുന്നതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി മുറുക്കാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്, തക്കാളി മുറുക്കിൻ്റെ മാവ് ഉണ്ടാക്കാൻ. ഈ തക്കാളി മുറുക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇവിടെ മുറിച്ച് വെച്ചതാണിത്. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 അല്ലി മതി കേട്ടോ. 2 തക്കാളിയും 2 വെളുത്തുള്ളിയും. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല അരച്ച് നല്ല മഷി പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കാർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പ്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോൾ ഒരു കളറും വരും, പ്രത്യേക ടേസ്റ്റും വരും. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ വരിക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് 3ഉം കൂടെ അരച്ചെടുത്തിട്ടുള്ള ഇതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കട്ടോ, ഞാൻ അരിച്ചെടുക്കണമൊന്നുമില്ല. അപ്പോൾ ദാ ഞാൻ ആ സെയിം പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് കടലപ്പൊടി. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടണം, കാരണം എന്താ വെച്ചാൽ ആ ഒരു തക്കാളിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കായപ്പൊടി തന്നെ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അയമോദകം എന്ന് പറഞ്ഞിട്ടുള്ള സാധനവും കിട്ടും. പിന്നെ വെളുത്ത എള്ളും അതും ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ വെളുത്ത എള്ളും അയമോദകം ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. അപ്പോൾ അയമോദകം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കുക, ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളത്തിന് പകരം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിൻ്റെ പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആദ്യം തന്നെ പകുതി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം ബാക്കി പകുതി ചേർത്താൽ മതി. പിന്നെ ഈ തക്കാളിൻ്റെ പേസ്റ്റ് ചിലപ്പം ഓരോ പൊടിക്ക് വ്യത്യാസം വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തക്കാളി പേസ്റ്റ് പോരാൻ തോന്നുകയാണെങ്കിൽ 1 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തക്കാളി പേസ്റ്റ് അധികമായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് 1 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം പൊടിൻ്റെ ഒരു ഇതിൽ വ്യത്യാസങ്ങൾ വരും, ചെറിയ അളവിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കിതിവിടെ കറക്റ്റാണ്. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ കൈ കഴുകി വന്നാൽ കറക്റ്റാണ് കേട്ടോ, അത് ലൂസൊന്നുമല്ല, കറക്റ്റ് പാകമാണ്. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതാണ്, ഈ ഒരു പാകത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഈ ചുവപ്പ് കുത്തില്ല, അത് ഈ തക്കാളിൻ്റെ തോലാണ്. അത് ഞാൻ അരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മടക്ക് സാധനം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കാജ മടക്ക് എന്ന് പറയുന്നത് അതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ സെയിം പാത്രം തന്നെയാണ് എടുത്തത്. അതിലേക്ക് മൈദപ്പൊടിയാണ് വേണ്ടത്. ഇത് ആട്ടപ്പൊടിയിലും ചെയ്യാം കേട്ടോ, മൈദക്ക് പകരം നിങ്ങൾക്ക് ആട്ട വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 2 കപ്പ് ആട്ടപ്പൊടി എടുക്കാം.
ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞ കളറാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ആ ഒരു സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞ കളറും കൂടെ ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതും ഞാൻ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവൊന്നും പറയണില്ല. കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇതിൽ പൂരിൻ്റെ ഭാഗത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. കാരണം മൈദപ്പൊടിയാണ് പെട്ടെന്ന് ലൂസായി പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കുക. എന്നിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പാകത്തിനാണ് കുഴച്ചെടുത്തത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തത് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഓയിൽ എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പൊടി നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഡ്രൈ ആയി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ നമ്മളെ ചപ്പാത്തിൻ്റെ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതൊന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കിവിടെ കിട്ടിയത് ഒരു 11 ബോളാണ്. നിങ്ങൾ ഉരുട്ടുന്ന സമയത്ത് ഈ ഒരു ഇതിൽ 11 12 വരും കേട്ടോ, ബോൾ ഉണ്ടാവും. ആ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കുക. ഇനിയിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തന്നെ അരിപ്പൊടി, നമ്മൾ റൈസ് ഫ്ലോർ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പത്തിരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടിയാണിത്. അത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി നല്ല പേസ്റ്റാക്കി വെക്കുക. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ എണ്ണ എടുക്കുന്നത് അതേ സെയിം കപ്പ് തന്നെ അളക്കുക. നിങ്ങൾ പൊടി എടുക്കുന്നത് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം എടുക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ എത്രത്തോളം ഇത് എന്താ പറയുക നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസാക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കട്ടി ഞാൻ കാണിച്ചു തരാം. നല്ല നൈസായിട്ട് പേപ്പർ പോലെ പരത്തിയെടുത്തതാണത്. ഇതിന് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ പത്തിരിയും അട്ടിക്കട്ടിക്കാണ് വെക്കുന്നത്. നിങ്ങൾക്കിത് ഒട്ടിപ്പിടിക്കുന്നിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. വലിയൊരു മേശമേലൊക്കെ നിരത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഒന്നിച്ച് തന്നെ ഒരു പ്ലേറ്റിലാണ് വെക്കുന്നത്. ഇവിടെ സ്ഥലം പ്രശ്നമാണ്, നമുക്കധികം സ്ഥലമില്ലല്ലോ ഇവിടെ. അപ്പോൾ അത് ഞാൻ അടുത്തവും പരത്തിയിട്ടുണ്ട്. അതും ഞാൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. പൊട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മൈദപ്പൊടി എല്ലാത്തിൻ്റെ മേലെയും തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തം 11 ബോൾസും ഞാനിവിടെ പരത്തി ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിരത്തി വെക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇനിയിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് ഇനി പറയാനായി പോകണ്ട. അപ്പോൾ അത് ഓരോ പത്തിരി എടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇല്ല അതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് കട്ടായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കിയതിൻ്റെ ശേഷം അതാ കുറേശ്ശെ ഇല ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. പിന്നെ അറ്റം വരെ തേക്കണം കേട്ടോ. എവിടെയും വിടാൻ പാടില്ല. അറ്റത്ത് വരെ തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നാലാണ് അടുക്കടുക്കായിട്ട് നമ്മൾ പൊരിക്കുന്ന സമയത്ത് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിരിക്കണം വലുപ്പമൊക്കെ കേട്ടോ. പരത്തുന്നത് ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അതേപോലെ തന്നെ ഓരോന്നും വെക്കുന്ന സമയത്ത് അടിയിൽ എയർ ബബിൾസ് ഇല്ലാണ്ട് നോക്കുക കേട്ടോ. അങ്ങനെ ഒരു ബബിൾസ് ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതുണ്ടെങ്കിൽ അതിങ്ങനെ സൈഡിലേക്ക് ആക്കിയിട്ട് മൊത്തത്തിൽ പോക്കിയെടുക്കണേ. ഞാനിപ്പോൾ ചെയ്യണത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓരോ ബബിൾസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ബബിൾസൊക്കെ പൊക്കിയെടുക്കുക. എന്നിട്ട് അതിനും പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുക, പൊടിൻ്റെ പേസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് പിന്നെയും പുരട്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ പത്തിരിൻ്റെ മേലെ ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത പത്തിരി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വലിയ ടൈപ്പിലുള്ള ആ ഒരു കാജ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ 11 ബോൾസും ഇങ്ങനെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെറിയ കാജായിട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഒരു 3 സെറ്റ് അല്ലെങ്കിൽ 4 ചപ്പാത്തിയൊക്കെ ഒന്നിച്ച് വെച്ച് ഇതാക്കിയാൽ മതി. അതൊരു റോളാക്കുക. എന്നിട്ട് അടുത്ത 4 ചപ്പാത്തി എടുത്തിട്ട് അതും ഒരു റോളാക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഈ പൊടി എനിക്ക് കണക്കാണ്. നിങ്ങൾക്ക് ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ മാറ്റി പിന്നെയും കുറച്ച് ഓയിലും പൊടിയും കൂടെ മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് കംപ്ലീറ്റ് ആ 11 ഞാൻ അട്ടിക്ക് വെച്ചതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. ഏറ്റവും മേലെ വെക്കുന്ന ചപ്പാത്തിൻ്റെ മേലെ നമ്മൾ ഈ പൊടി തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് റോൾ ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അതിപ്പോൾ കണ്ടില്ല, ഇതിപ്പം വലിയ ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെറിയ ചെറിയ കാജാണ് വേണ്ടിയെങ്കിൽ ഈ ഒരു 11 ഒന്നിച്ച് വെക്കണ്ട. ഒരു 3 ഒന്നിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ മാക്സിമം 4 അത്ര മതി. എന്നിട്ട് ഇത് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നന്നായിട്ടൊന്ന് നീളത്തിലാക്കി കൊടുക്കുക. ഒന്ന് ഉരുട്ടി നീളത്തിലാക്കുക. ഇത് കണ്ടില്ല, നന്നായിട്ടൊന്ന് ഉരുട്ടി നീളത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഞാൻ പിന്നെ മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കോയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അത് മുറിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് 2 അറ്റം ഒന്ന് മുറിച്ച് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഒഴിവാക്കില്ല, ഞാനിത് എടുക്കും. പക്ഷേ ഞാനിപ്പോൾ വീഡിയോയിൽ ഇത് കാണിക്കില്ല. ഇത് ഞാൻ പൊരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഇപ്പോൾ 2 സൈഡിലും ഞാനൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 സൈഡും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അത് ഓരോന്ന് മുറിച്ചിട്ട് കണ്ടോ. ഇതിങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റൂട്ടോ, ഇതിൻ്റെ ലെയറുകളൊക്കെ. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു കടയിൽ കിട്ടുന്ന ആ ഒരു സൈസിൽ വലുപ്പത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക.
അപ്പോൾ ഭയങ്കര നൈസായിട്ട് പരത്താൻ പോകണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നീളത്തിലും വിലങ്ങനെയും ഒക്കെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടോ, ഇങ്ങനെ ആ ലെയറൊക്കെ നമുക്ക് ഇങ്ങനെ പരത്തിയാലും ഉള്ളിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ്, ഈ ഒരു സൈസിലുള്ളതാണ് ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ മടക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് ഇത് പൊന്തി വരും, മേലോട്ടേക്ക് പൊന്തി വരും. അങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ തീ എന്താക്കിയ ചെറിയ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പൊന്തി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 ഒന്നിച്ച് പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇനി സിമ്മിലാക്കി കൊടുത്തു കേട്ടോ. ഇതിന് കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ലെയറുകളൊക്കെ പൊരിഞ്ഞ് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ലെയറൊന്നും ശരിക്കും അങ്ങ് വേവാണ്ട് വരും. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് പൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിലേക്കുള്ളത് ഒരു 1.5 കപ്പ് പഞ്ചസാര വേണം ഈ ഒരു അളവിലേക്ക് കേട്ടോ. 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ പകുതി വെള്ളം എടുക്കുക, 1/4 കപ്പ് വെള്ളം എടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയാൽ മതി കേട്ടോ. ആ തിള വന്നു കഴിഞ്ഞാൽ തന്നെ, ആ പഞ്ചസാര അലിഞ്ഞാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനിടെ തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കണം ഓരോരോ ഭാഗവും. ഇപ്പോൾ അത് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കുക പഞ്ചസാര അലിഞ്ഞണോ എന്നുള്ളത്. അപ്പോൾ ആ സ്പൂണിൽ ഇങ്ങനെ തരിതരിയായിട്ട് കാണും. അപ്പോൾ ഫുള്ളായിട്ട് അലിയുന്ന വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. നന്നായിട്ട് ആ പഞ്ചസാര അലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ പഞ്ചസാര അലിഞ്ഞോ എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാകം കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു നൂൽപ്പാകമല്ല, അതിൻ്റെ മുന്നേ ഉള്ള ചെറുതായിട്ടൊന്നും ഒരു ഒട്ടുന്ന രീതി, ചെറുതായിട്ട് ഒട്ടും, പക്ഷെ ഒരു നൂലായിട്ട് വരില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു ഒട്ടലുണ്ടാവും. ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒരു നൂലായിട്ട് വരില്ല, ചെറുതായിട്ട് ഒട്ടും. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇത് കറക്റ്റാണ്. അപ്പോൾ അത് വല്ലാണ്ട് അങ്ങ് ഒരു നൂൽപ്പാകം ആയി പോകാനും പാടില്ല, എന്നാൽ നല്ല ലൂസായി പോകാനും പാടില്ല. രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന പാകമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്ര സമയം എടുത്തിട്ടാണ് ഞാൻ പൊരിച്ചതെന്നുള്ളത്. അപ്പം കുറച്ച് ടൈം എടുക്കും ഇത് പൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഊറ്റിയെടുക്കുക. എണ്ണ ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ, നല്ലോണം ആ എണ്ണ. ഇത് കുടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ അരിപ്പയിലിട്ട് വെച്ചാൽ നമ്മൾ ആ കയ്യിൽ തന്നെ നന്നായിട്ട് എണ്ണ അങ്ങ് പോയിക്കോളും. കുറച്ച് ടൈം ഇങ്ങനെ അരിപ്പയിൽ ഇങ്ങനെ ഇതാക്കിയെടുക്കുക, ഊറ്റിയെടുക്കുക കേട്ടോ എണ്ണയിലേക്ക്. അപ്പോൾ അത് മൂന്നാമത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനിയും എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ കുടിക്കൊന്നുമില്ല, എണ്ണ അങ്ങ് പോയിക്കോളും. അപ്പോഴത്തെ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ്. അതുപോലെ ആ ഒരു ലെയറൊക്കെ കണ്ട് നന്നായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അത്രയും നന്നായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ല, പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇപ്പം ഞാൻ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പഞ്ചസാരയ്ക്ക് ചെറുതായിട്ടൊരു ചൂട് വേണം കേട്ടോ. ഇളം ചൂടിലാണ് നമ്മളിത് കോട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഈ ഒരു പഞ്ചസാര ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാര ഇല്ലാണ്ടും തിന്നാം കേട്ടോ. പഞ്ചസാര ഒഴിക്കാണ്ട് തിന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എനിക്കതും ഇഷ്ടമാണ്. പഞ്ചസാര സിറപ്പ് വേണമെന്നൊന്നുമില്ല, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അടുത്തോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ട്രിപ്പ് നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ആദ്യം പൊരിച്ചത് ഈ ഷുഗർ സിറപ്പിലൊന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞും കിട്ടും. അപ്പോൾ അത് രണ്ടാമത്തെ ഞാനിപ്പോൾ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലൊന്ന് പൊരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാ കാജയും ഞാൻ പൊരിച്ച് ഷുഗർ സിറപ്പൊക്കെ കോട്ട് ചെയ്ത് വെച്ചതാണിത്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയ മൊത്തം കാജയാണിത് കേട്ടോ. 2 കപ്പ് മൈദക്ക് ഉണ്ടാക്കിയ കാജയാണിത്. അപ്പോൾ കണ്ടോ, എല്ലാം നല്ല അടിപൊളിയാണ്. ലെയറൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. സൂപ്പറായിട്ടുള്ള കാജയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മുഴുവനായിട്ടുള്ള കുപ്പിയിൽ കാണുന്ന ആ ഒരു മുറുക്കില്ല, അതാണ്. അപ്പോൾ ഞാൻ നൂൽപുട്ടിൻ്റെ അച്ചിൽ ആ സ്റ്റാറിൻ്റെ അച്ചാണ് ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ ഇന്ന് ഓരോ ഉരുളെടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു കവറിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പരത്തണ ഈ ഒരു ഷീറ്റിൽ തന്നെയാണ് ചുറ്റിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്ലേറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചുറ്റിച്ച് കൊടുത്താൽ മതി. നല്ല റൗണ്ടായിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ എത്ര വലുപ്പത്തിൽ വേണം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ചില്ലു കുപ്പിയിൽ കിട്ടുന്ന ആ ഒരു വലുപ്പത്തിൽ, വലിയ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അത്, ആ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരുന്ന ടൈമിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സെയിം എണ്ണ തന്നെയാണ്, ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല, അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയാണ്. ഇത് ശരിക്കും ക്രിസ്പി ആവുന്നതിന് മുന്നേ തിരിച്ചിടാൻ പാടില്ല. ഞാൻ എൻ്റെ തിരക്കൊണ്ട് ആക്രാന്തം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിടാൻ നോക്കി. അപ്പോൾ അതെന്തായി, അതിൻ്റെ ലെയറൊക്കെ വിട്ടുപോയി.
അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറ്റരുത്. സ്പൂൺ കൊണ്ട് തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്രിസ്പി ആയിണോ എന്നുള്ളത്. നല്ലോണം ക്രിസ്പി ആയതിൻ്റെ ശേഷം മാത്രം എത്തിച്ചിട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഒന്ന് മാത്രം അങ്ങനെ ഇളകിപ്പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ അത് ഒന്നും കൂടെ ഇടാനുള്ള സ്ഥലമുണ്ട്, ഞാനൊന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഇട്ട 3 എണ്ണം ഇവിടെ റെഡി ആയിന് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കോരി മാറ്റുക, ചെറിയ തീയിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കണേ. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 എണ്ണം കറക്റ്റാണ്. ഒന്ന് ഞാൻ തിരിച്ചിടാൻ നോക്കിയതുകൊണ്ട് ഒന്ന് ഇളകിപ്പോയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഇളകിപ്പോയതാണിത്. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചിടരുത്, ഒന്ന് ക്രിസ്പി ആയതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 4 എണ്ണം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പരന്നിട്ടുള്ള ഒരു ചെമ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ എണ്ണം ഒന്നിച്ച് പോകും. അപ്പോൾ ഒന്ന് പൊരിക്കാനിട്ട് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പിലേക്കുള്ള നമ്മളിവിടെ ചുറ്റിച്ച് ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ വേഗം പണി കഴിയും. ഞാനിപ്പോൾ ഇതാ കുറച്ച് ഇവിടെ അധികം ചുറ്റിച്ച് വെച്ചതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞോളും. ഇപ്പോൾ ഇതാ മൊത്തം ആ ഒരു അളവിലുള്ള മൊത്തം മുറുക്ക് ഞാനിവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മൾ ആ ഒരു ചില്ലുപ്പിയിൽ കിട്ടുന്ന, എന്നാലും ഇത് ഭയങ്കര ഉറപ്പുള്ള നുറുക്കുമല്ല കേട്ടോ. ഈ ചില മുറുക്കുണ്ടാവും ഭയങ്കര കടിച്ചാൽ പൊട്ടാത്തത്, അതല്ല, ഇത് കുറച്ച് സോഫ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മളെ തക്കാളി മുറുക്കിൻ്റെ മാവ് ഞാൻ ഇതേ സെയിം ഇതിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് പിന്നെ ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ തക്കാളി മുറുക്കാണിത്. ഇങ്ങനെ നിറച്ചും ആ ഒരു ചെമ്പ് നിറച്ചും അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ഒന്ന് ക്രിസ്പി ആയി എന്ന് കണ്ടാൽ മാത്രം ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് മേലോട്ട് ഇങ്ങനെ പൊന്തി വരും, ആ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞ് വരും. അപ്പോൾ മനസ്സിലാക്കുക ഒരു ഭാഗം ഒന്ന് വെന്ത് എന്നുള്ളത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാണെന്ന്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കോരി മാറ്റാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുറുക്കും. അപ്പോൾ അത് ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി മാവ് തീരുന്നവരെ ഇതിങ്ങനെ മാറ്റി പിന്നെയും ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഈസിയാണ്, നമുക്കിങ്ങനെ ഷേപ്പൊന്നും ആക്കി എടുക്കേണ്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് മുറുക്ക് ഞാനിവിടെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തക്കാളി മുറുക്ക് ഇത് കണ്ടല്ലോ, കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതങ്ങ് ചെറുതായി വന്നോളും, പൊട്ടിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇവിടെ കാണുന്ന ചോപ്പുണ്ട്, അത് ആ തക്കാളിൻ്റെ തോലാണ് കേട്ടോ, നമ്മൾ അരിച്ചെടുക്കാത്തതുകൊണ്ടുള്ള തോലാണത്. ഇനിയിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ തക്കാളി മുറുക്കാണ്. അപ്പോൾ ഈ ഒരു തക്കാളി മുറുക്ക് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ച് ഉപ്പ് അധികം ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് കുറച്ചിട്ടാണ് ഇട്ടത്. നിങ്ങൾക്ക് ഉപ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ക് കറക്റ്റ് പാകത്തിലുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ. കടയിൽ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ഇതിന് അതിൻ്റെ മേലെ കുറച്ചൊരു ഉപ്പ് പൊടി ഉള്ള പോലെ തോന്നും. കുറച്ച് ഉപ്പ് അധികം ഇട്ടിട്ടാണ് അവർ ചെയ്യുക. കാരണം ഒരു എന്താ പറയുക, കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വലിയ മുറുക്ക്, നമ്മളെ കുപ്പിയിൽ കിട്ടുന്ന വലിയ മുറുക്കാണിത്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റ് പാകത്തിലാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഈ ഇന്നുണ്ടാക്കി കാണിച്ച 3 എണ്ണവും. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് വീട്ടിലുണ്ടെങ്കിൽ സുഖമാണല്ലോ, പെട്ടെന്ന് വേഗം ചായയൊക്കെ കാച്ചി കൊടുക്കുകയും ചെയ്യാം. വൈകുന്നേരം നമ്മളെ കുറിച്ചിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ് ഇന്ന് കാണിച്ച 3 എണ്ണം കേട്ടോ. അപ്പോൾ സൂപ്പറായിട്ടുള്ള 2 തരത്തിലുള്ള മുറുക്കാണ് കാണിച്ചത്, അതേപോലെ തന്നെ കാജയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറന്നു പോകണ്ട. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു വരുതേ. അപ്പോൾ അതാ കാജയും ഞാനൊന്ന് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വലിയ ടൈപ്പിൽ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പഴയ രീതിയിൽ അങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയ കാജ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നേരം വീട്ടിലേക്ക് നമ്മൾ സാധാരണ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ടൈപ്പിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചെറിയ സൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിൽക്കുകയും ചെയ്യും, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.